നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിൽ ഇന്നും നമ്മോടൊപ്പമുള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് JB ജംഗ്ഷൻ പ്രവേശിക്കുകയാണ്. കൂട്ടുകെട്ടുകൾ, ലാല നല്ല കൂട്ടുകെട്ടുകൾ. പ്രിയൻ ലാൽ കൂട്ടുകെട്ട്, പിന്നീട് സത്യൻ ലാൽ കൂട്ടുകെട്ട്, ശ്രീനിവാസൻ ലാൽ കൂട്ടുകെട്ട്, അങ്ങനെ കൂട്ടുകെട്ടുകളുടെ ഗുണഭോക്താവാണ് താങ്കൾ. അതാ ഒരു കൂട്ടുകെട്ടാത്. ഇത് ഒരുപാട് കാലം ഇവിടെയുള്ള പ്രേക്ഷകരെ രസിപ്പിച്ചു. ഇതിലെ ഒരു വിളി ഇപ്പോഴും മലയാളി മറന്നിട്ടില്ല ലാലേ, ദാസ വിജയ. ഇപ്പോഴും ഇവിടെ ഒരു കാർട്ടൂണിസ്റ്റ് ഈവൻ രാഷ്ട്രീയ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ദാസ വിജയ പറയും. നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? ഓരോരുത്തരും അതിൻ്റെതായ സമയമുണ്ട്. ദാസ അതൊക്കെയാണ് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഭാവുകത്വം നൽകിയത് ഇങ്ങനെയുള്ള ഈ 80കളിലെ സിനിമകളാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ശ്രീനിവാസൻ്റെ പേര് റെഫർ ചെയ്തിരുന്നു. കാര്യം ഒരുപാട് ചിത്രങ്ങൾ, സത്യനന്ദിക്കാണ്ട് എസ്പെഷ്യലി, അല്ലെങ്കിൽ പ്രിയൻ്റെ, അതിൽ ഏറ്റവും നല്ല ഹ്യൂമറിൻ്റെ ഏറ്റവും വലിയ എന്താണ് ഒരു സെറ്റയറാണ്. അത് ഹ്യൂമറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ വിശകലനം ചോദിച്ചാൽ എന്നോട് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം സൈക്കോളജി കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തൊക്കെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിലെ ഹ്യൂമർ പോലുള്ള അത് ഈ എടുത്തു പറഞ്ഞത് ശ്രീനിവാസൻ്റെ സിനിമകളാണ്. വടക്ക് നോക്കിയന്ത്രം, അല്ലെങ്കിൽ ഈ സന്മനസ്സുള്ളവർക്ക് സമ്മാനം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് മലയാളികളുടെ ഹ്യൂമറിൻ്റെ ബോധം അതെങ്ങനെ, അതൊരു ബ്രിട്ടീഷ് ഹ്യൂമർ പോലെയാണ്. വളരെ വളരെ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അത്തരം ഒരുപാട് നർമ്മങ്ങൾ, ഒരുപാട് ഹ്യൂമറുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. ലൈഫിനെ നന്നായി തീർച്ചയായിട്ടും. ഞാൻ അഭിനയിക്കാത്ത സന്ദേശം എന്നൊക്കെയുള്ള സിനിമ ഒരു പക്ഷേ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന കേരള പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ കീറിമുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കാം. അതുപോലെ സ്പോർട്സ് ആയാലും ഒരുപാട് കാര്യങ്ങളിൽ വളരെ അറിവുള്ള ഒരാളാണ്. ഒരു ഹ്യൂമൻ ഏറ്റവും നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞാനായിട്ട് ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. സത്യമാണ്. ലാല, ഇപ്പം പ്രേക്ഷകർ വിചാരിക്കും ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ബ്രിട്ടാസ് വിഡ്ഢിയ എന്ന് പറയും. ചോദിക്കണം. ഈ ഒരു ഊഷ്മളത എവിടെയോ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചില ആൾക്കാർ. അല്ല, അവർക്കുള്ള മറുപടി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരിക്കലും അത് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് നേടും? എനിക്ക് എപ്പോഴും ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സത്യനന്ദിക്കാടുമായിട്ട് 10 വർഷം അഭിനയിച്ചിട്ടില്ല. ഇത് ഉദയനാണ് താരതമ്യ സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലാല് നേരത്തെ നോക്കിയിരുന്നു? തീർച്ചയായിട്ടും നോക്കിയിരുന്നു. എന്നോട് ഒരു അന്യഭാഷയിലെ ഒരു സിനിമ നടൻ പറഞ്ഞു, അന്യഭാഷ. ഒരുപക്ഷെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വേറെ ഏതെങ്കിലും ഭാഷയിലായിരുന്നുവെങ്കിൽ ഒരു നടനും അതിൽ അഭിനയിക്കില്ല, അല്ലെങ്കിൽ ലാലിൻ്റെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ അഭിനയിക്കില്ല. അത്ര സെൻസിറ്റീവാണ് നടന്മാർ മറ്റു ഭാഷകളിൽ. ലാലിനെ നമിക്കണം. അല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് ഞാൻ പറയുന്ന കാര്യം എന്തറിയാമോ? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ ആദ്യം സിനിമയിൽ വരുമ്പോൾ എൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നതെല്ലാം നമുക്കൊരിക്കലും കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനൊരു ഏറ്റവും ബ്ലെസ്ഡ് ആക്ടർ ഞാൻ, എൻ്റെ ഏറ്റവും കൂടുതൽ തിക്കുറിശി സുകുമാരൻ നായർ അല്ലേ. അപ്പോൾ അവരുടെ ഒക്കെ ഒരു സ്നേഹത്തിലൂടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ വേണം, അങ്ങനെ ആയിരിക്കണം എൻ്റെ പ്രൊഫഷനെ കാണണം. അവർക്കൊന്നും ആരോടും അസൂയല്ല. ശങ്കരാടി സാറായാലും, ആലുംമൂടൻ ചേട്ടനായാലും അല്ലേ, സോമേട്ടനായാലും, സുകുമാരൻ, അല്ല അങ്ങനെയുള്ള എല്ലാ വലിയ ആൾക്കാരുടെ കൂടെയും. അതുപോലെ തന്നെ തമിഴിലെ ഒരുപാട് പേര്. ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. അല്ല, അതുകൊണ്ട് ഈ ഒരു എന്താണ് മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരം ഇപ്പോൾ ചോദിച്ചില്ലേ ഈ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം? അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മുഴുവൻ ഏറ്റവും നന്നായിട്ട് ഓടിയൊരു സിനിമയായിട്ട്, നല്ലൊരു സിനിമയാണ്. ആ സ്ക്രിപ്റ്റിലൊരു പ്രത്യേകത വെച്ചാൽ ലാലെന്നുള്ള ഒരു വ്യവസായിയെ നന്നായിട്ട് പരിഹസിച്ചു ശ്രീനിവാസൻ. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അത് ലാലെന്നുള്ള വ്യവസായം അല്ലല്ലോ. അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ ഒരു തമാശ എന്ന് പറയുന്നത്, അതാണ് ഒരു ഹ്യൂമർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതൊരു സറ്റയറായിട്ടാണ് പറയുന്നത് അല്ലേ. അല്ലാതെ ഞാനത് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് എന്താ കുഴപ്പം? അപ്പോൾ അതിലൊന്നും എനിക്ക് തോന്നാത്ത ഒരു സങ്കടം മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്തിനാണ്?
അത് കഴിഞ്ഞ് ശ്രീനിവാസൻ വീണ്ടും ഒരുപക്ഷെ ആ ഒരു സഭ്യമായ സറ്റയറിൻ്റെ വശം ഭേദിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി വേറൊരു സിനിമ ഉണ്ടാക്കി. ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇതെന്നെക്കുറിച്ചല്ലെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പ്രശ്നം തീർന്നു. വേറെ ആര് പറയാണ് എൻ്റെ അടുത്ത്? ഞാനൊരു കാര്യം പറ്റേ, എനിക്ക് വിശ്വസിച്ചാലും ഇല്ലേലും എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വേറൊരാളുടെ കുറ്റം പറയില്ല. കാര്യം ഞാനത് ശ്രദ്ധിക്കില്ല. നിങ്ങളെക്കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ആയിക്കോട്ടെ, അതിനെന്താ, നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ലാൽ അങ്ങനെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുള്ളൂ ഞാൻ. അതുകൊണ്ടുള്ള സുഖം എന്താണ്? എനിക്ക് വേറെ നേരത്തെ ലാല് പറഞ്ഞ പോലെ ഒരു ബാഗേജ് ഇല്ല. എനിക്ക് എപ്പോഴും ഒരാളെ കാണുമ്പോൾ വളരെ നേരെ പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കാം, എനിക്ക് അയാളെ കെട്ടിപ്പിടിക്കാം, അയാളുടെ മുഖത്ത് നോക്കി ഏറ്റവും മനോഹരമായിട്ട് ചിരിക്കാം. ഇത് ഞാൻ കള്ളത്തരമായിട്ട് പറയുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ മണിയമ്പിള്ള രാജുവൊക്കെ പല എനിക്കങ്ങനെ ഇല്ല. എന്നോട് അതായത് ഒരിക്കലും അയാളോട് സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ അയാളോട് എനിക്ക് യാതൊരു പരിഭവം. ലാൽ പറഞ്ഞത് നന്നായി. എന്താ കാരണം എന്നറിയോ? ഒരു പക്ഷേ ഒരു വിഭാഗം പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണ മാറിക്കിട്ടി. അതൊരു തിരിച്ചറിവ്. കാരണം അറിയോ, ഇത് ഈ അഭിമുഖത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം ലാലിൻ്റെ തീർച്ചയായിട്ടും ചോദിക്കാം. ഇത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? നിങ്ങൾക്കും പല ആൾക്കാർക്കും അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നു. അതിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് മറുപടി പറയേണ്ടത്. പിന്നെ ചോദിക്കുക എന്നുള്ള അങ്ങയുടെ ധർമ്മവും മറുപടി പറയാന്നുള്ള എൻ്റെ ധർമ്മവും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചോദ്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു ഇമ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ലാലും ശ്രീനിവാസും ടോക്കിംഗ് ടേംസിലല്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തെ എത്രയോ പ്രാവശ്യം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടും എല്ലാ ദിവസവും ഞാൻ ശ്രീനിവാസനെയും ഫോണിൽ സംസാരിക്കുന്ന ഒരാളല്ല. ഞങ്ങളെപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്നതാണ്, നല്ല ഫലിതങ്ങൾ പറയുന്നതാണ്. അതിന് തൊട്ട് മുമ്പേ ഞങ്ങളൊരു സിനിമ ചെയ്തതല്ലേ, ഒരു നാൾ വരും. അതിന് മുമ്പും നമ്മൾ സിനിമ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ, ഞാനേ ഒരു കാരിക്കേച്ചറായിട്ടേ കാണുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ പല രൂപത്തിലും പല ആൾക്കാർക്കും വരയ്ക്കാം. എന്നിട്ട് ഞാൻ പറയണം ഇതൊന്നും ശരിയായില്ല, ഇത് ഭയങ്കര മോശമായി, ഇങ്ങനെയല്ല ഞാൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതും ഒരു ആർട്ടായിട്ടും അതും ഒരു ചിത്രകലയായിട്ടും ഞാൻ എടുക്കുന്നു. ഞാനൊരു കൗതുകത്തിൽ ചോദിച്ചോളൂ. ഈ സരോജ് കുമാർ എന്നുള്ള സിനിമ വന്ന് ലാലിനെ വല്ലാതെ പരിഹസിച്ചു എന്നും ക്രൂരമായിട്ട് ലാലിനെ പരിഹസിക്കാൻ ശ്രമിച്ചുവെന്നും ചില ആൾക്കാർ ആക്ഷേപിക്കുകയും അതിനുശേഷം ലാൽ എപ്പോഴെങ്കിലും ഷീനിയോട് ഷീനി നീ എന്ത് പണിയാട ചെയ്തേ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. കാര്യം ഞാനതിപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാനായിട്ട് ചെയ്തതാണെന്ന്. എന്നോട് ആരും വിളിച്ച് മോഹൻലാൽ ഇയാൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ഫോണിൽ വിളിച്ച് ചീത്ത പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പക്ഷേ എന്നെ സ്നേഹിക്കുന്ന പലരും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോ അല്ലെങ്കിൽ കണ്ടപ്പോഴൊന്നും ഈ കാര്യത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് എന്നെക്കുറിച്ചുള്ളൊരു സിനിമയല്ല. എന്നെക്കുറിച്ചൊരു സിനിമ ചെയ്തിട്ട് അതിലൂടെ വലിയ ആളാകേണ്ട കാര്യമൊന്നും ശ്രീനിവാസനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്താണ്. വീണ്ടും ഒരു അവസരം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാനും ശ്രീനിവാസൻ അഭിനയിക്കും. ഇതിലൊരു ശാശ്വതമായ ഒരു എന്താണ് ഒരു എനിമിറ്റി അല്ലെങ്കിൽ നീരസമോ അനിഷ്ടമോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്കാണ് പ്രോബ്ലം. ഒരുപക്ഷെ ശ്രീനിയും ലാലും കൂടി തമ്മിൽ അങ്ങ് തെറ്റിക്കോട്ടെ എന്ന് വേണമെങ്കിൽ വേറെ ആൾക്കാർ ചിന്തിച്ചോളാം. അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനം. അല്ല ശ്രീനിവാസൻ അങ്ങനെ ഒരു സിനിമ എടുത്തെന്ന് പറഞ്ഞ് ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. അപ്പോൾ കണ്ട സംഭവത്തിൽ ഒരു റിഫ്ലക്സ് പറഞ്ഞു. ഒരു പേപ്പർ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ ഒരു വാർത്ത കാണുന്ന പോലെ ഇതിനെ വിചാരിച്ചാൽ മതി. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒരുപാട് പേര് ഈ കാര്യങ്ങൾ എന്നോട് ആ സമയത്ത് ചോദിച്ചിരുന്നു. ഞാനതിന് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഞാനത് പറഞ്ഞു അത് എന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്കിത് വിശ്വാസമായിട്ട് തോന്നുന്നു എന്നെക്കുറിച്ചാണെന്ന്. അപ്പോൾ അതിൽ ഞാൻ മനോഹരമായ ലാല് മറുപടി പറഞ്ഞു. അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഒരു പ്രതികരണം കൂടിയാണ്. തീർച്ചയായിട്ടും. ഇനി ശ്രീനിവാസനോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനിവാസനെ കൂടി പോയി ചോദിച്ചോളൂ. അദ്ദേഹം ഇതിൽ വരുമോ? വരണോ? അല്ല, അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായേനെ. ഞാനെപ്പോഴും പറയാറുണ്ട് ചില അപൂർണതകൾ അവിടെ കിടക്കട്ടെ എന്ന്. ഇപ്പോഴും അങ്ങനെ വേണ്ടേ? അതുകൊണ്ട് ആ അപൂർണത
ഞാൻ മറ്റൊരു അഭിമുഖത്തിലേക്ക് മാറ്റി വെക്കുക. ഏറ്റവും മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ആ ശില്പി ആരും അറിയാതെ ഒരു തെറ്റതിൽ ചെയ്യുമെന്നാണ് കാര്യം. ഒരു പൂർണ്ണത വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ദിവ്യത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിമുഖത്തിൽ ശ്രീനിവാസൻ എന്നുള്ള അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ശ്രീനിവാസൻ എന്നുള്ള പൂർണ്ണത കൈവരാതിരിക്കാൻ ശ്രീനിവാസനെ ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. വളരെ നല്ല പ്രൊഡ്യൂസർ ശ്രീനിവാസനെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുപോകാം. അതെ അതെ. പക്ഷെ ശ്രീനിവാസന് പകരം ശ്രീനിവാസന് മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ വേറൊരു അഭിമുഖത്തിലേക്ക് ശ്രീനിവാസനെ മാറ്റി വെച്ചു കരുതൽ ധനമായിട്ട്. ആയിക്കോട്ടെ, അതവിടെ ഉണ്ടാവും. ലാൽ എപ്പോഴാണെങ്കിലും ഇവിടെ വരും, അപ്പോൾ ഞാൻ ശ്രീനിവാസനെ രംഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ വേറൊരാൾ വരാം, ഒരുപക്ഷെ ലാലിന് ഇഷ്ടമുള്ള ആളാണ്. വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയിൽ ലാലിൻ്റെ നായികയാണ്. Any hero, when you're doing a drunken scene, they do a very cliched what you say kind of thing. They all follow a certain guideline, like this is how you walk and this is how you talk when you're drunk, kind of a thing. All of us do it, not heroes. I think all of us do that. But he did it totally differently, totally naturally. I think that was the first time I realized personally that he's truly a great actor. പത്മരാജൻ്റെ സിനിമകൾ ഒരു സൗരഭ്യം പോലെയായിരുന്നു. ഈ സിനിമ എനിക്കൊന്ന് തൂവാനം തുമ്പി എന്നുള്ള സിനിമയെക്കുറിച്ചാണ് സുമലത പറയുന്നത്. ആ സിനിമ എനിക്കും വളരെ വേണ്ടപ്പെട്ട സിനിമയായിരുന്നു ലാൽ. എന്നാൽ കാരണം എന്താ വെച്ചാൽ ലാലിപ്പോൾ അറിയുന്നുണ്ടാവില്ല, ആ സിനിമയിൽ ഞാനും ലാലിൻ്റെ പുറകിലുണ്ടായിരുന്നു. കേരളവർമ്മ കോളേജിൽ ഞാൻ MA പഠിക്കുമ്പോഴാണ് ലാല് സ്കൂട്ടറിൽ വന്ന് പാർവതി ശല്യപ്പെടുത്താൻ ആ വരാന്തയിൽ വെച്ച് ലാലിനെ ഓടിക്കുന്നുണ്ട്. അതിലുണ്ട് ഞാൻ. അതെ അതെ അതെ. വളരെ സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ വികൃതമായൊരു രൂപം എൻ്റെ ഉണ്ടാകാം. സുമലത പറഞ്ഞൊരു കാര്യം വളരെ തന്മയത്വത്തോടെ. സുമലതയായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തൂവാനത്തുമ്പികളൊന്നും അല്ല, എനിക്കറിയാം. ചക്രവാളം ചുവന്നപ്പോൾ എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 30-32 വർഷം മുമ്പുള്ള സമയം. അതാണ്. സുമലത വളരെ സുന്ദരിയായിരുന്ന സമയത്ത്. അവരിപ്പോഴും സുന്ദരി തന്നെയാണ്. ഞാൻ ഈയിടെയും അവരെ കണ്ടു. ഇത് താഴ്വാരം എന്നുള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമ 1000 പ്രാവശ്യം കണ്ട ആൾക്കാരെ എനിക്കറിയാം. അതൊരു കൾട്ട് സിനിമയായിട്ട് മാറിയാണ് അല്ലേ. ഏറ്റവും പ്രണയത്തിന് ഒരു വലിയ ഭാഷ കൊടുത്താണ്. അതായത് ഇൻഹിബിഷൻ എന്ന് പറയുന്ന സാധനം മുഴുവൻ കളഞ്ഞിട്ടുള്ളൊരു പ്രകടനമാണ് അല്ലേ ജയദേവൻ അല്ലെങ്കിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പം ആ സമയത്ത് അവർ പറഞ്ഞ പോലെ ഒരു മദ്യത്തിൻ്റെ ലഹരിയിനേക്കാളും കൂടുതൽ ഒരു ഉന്മാദത്തിലാണ് അയാൾ പല കാര്യങ്ങളും ആ സ്ത്രീയോട് പറയുന്നത്. അത് പ്രണയത്തെ ആവാം അല്ലെങ്കിൽ ലസ്റ്റ് ആകാം, എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതൊരു നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഒബ്സർവേഷൻ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകളുണ്ടായിട്ടുണ്ട്. അതായത് നമ്പർ 20 മദ്രാസ് മെയിൽ അല്ലേ, ചിത്രം, അങ്ങനെ സ്പിരിറ്റ്, അങ്ങനെ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ആൽക്കഹോളിൻ്റെ ബലത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ പിൽക്കാലത്ത് എനിക്ക് അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഭാഗ്യം എന്നല്ല പറയുന്നത്, ദാറ്റ് ഈസ് അദ്ദേഹം അവർ പറഞ്ഞത് ശരിയാണ്. അതൊരു നമ്മൾ എപ്പോഴും വേറെ കള്ളു കുടിച്ച ഒരാളുടെ ഭാവത്തിലേക്ക് അല്ല പോകാൻ ശ്രമിക്കും നമ്മൾ. അങ്ങനെ ഒരു മാജിക് ഇഫാണ്, ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനാണ് ആ അവസ്ഥയിൽ, ഞാനാണ് ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാതെ ഒരു ബോധമുണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം രംഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ണി നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഛായ ഇവിടെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, ഒരുപക്ഷെ സത്യനോ പ്രേം നസീറോ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ലാലിലേക്ക്, സത്യന് വളരെ ഇഷ്ടമായിരുന്നൊരു നടനാണ് ലാൽ, അത് സന്നിവേശിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സീൻ ഒരുപക്ഷെ വിഭാവനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു മദ്യപാന സീൻ ഒന്നും വിഭാവനം ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ലല്ലോ. അത് വേറൊരു ബോഡി ലാംഗ്വേജും വേറൊരു കെമിസ്ട്രിയും വേറൊരു ക്യാരക്ടറും ഒക്കെ അല്ലേ. ഇപ്പോൾ തച്ചോളി അദ്ദേഹം ചെയ്തതുകൊണ്ട് എനിക്ക് വേറൊരു സിനിമയിൽ വാൾപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരിക്കലും ഒന്നിനും പകരമാകുന്നില്ല എന്നുള്ള തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ലാലിൻ്റെ ഈ അഭിമുഖത്തിൽ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചൊരു നായികയുണ്ട്. ലാലിപ്പം പരാമർശിച്ചല്ലോ ചിത്രം എന്നുള്ള സിനിമയെക്കുറിച്ച്. ആ ചിത്രം പ്രിയൻ്റെയൊക്കെ എന്താ പറയുക രാശി മാറ്റിമറിച്ച സിനിമയാണ്. ഒരുപക്ഷെ ആ ഒരു സിനിമ ഇതുപോലൊരു വിജയം കൊയ്യുമെന്ന് ആരും വിചാരിച്ചില്ല, അന്നും വിചാരിച്ചില്ല. വളരെ കാഷ്വലായിട്ടാണ് ഒരുപക്ഷെ ആ സിനിമ എടുത്തതെന്ന് പ്രിയം ഒരുപാട് സമയമെടുത്തു. ആ സിനിമ ഒരുപാട് സമയം എടുത്തു, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ അതിൻ്റെ ഡിലേ ഉണ്ടായി ആ സിനിമയ്ക്ക്. ആ സിനിമയിലെ നായികയ്ക്ക് എന്നോട് എന്തൊക്കെ ചോദിക്കാണ്ടോ എന്തോ പറയാനുണ്ട്. ഹായ് ചേട്ടാ,
ചേട്ടൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ 23 ഇയേഴ്സ് ഗ്യാപ്പിൽ. ബിക്കോസ് ഞാൻ ഇൻഡസ്ട്രി വിട്ട് പോയത് 23 ഇയേഴ്സായി. സോ ചേട്ടൻ എവിടെയെങ്കിലും പോയാലും അംഷുർ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂവിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഞാനിവിടെ ചെന്നാലും ചിത്രം തന്നെ പറയണേ. അതുപോലെ ചേട്ടനക്ക് എന്തെങ്കിലും ചിത്രം ഓ എനിത്തിങ് എൽസ് കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് തടിച്ചു പോയല്ലേ? രഞ്ജിനി അങ്ങ് തടിച്ചു പോയി. അതൊരു ബ്യൂട്ടി ലൈസ് ഇൻ ഫ്ലഷ് നോട്ട് ഇൻ ബോൺസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും അതൊരു മോഹൻലാലിന്റെ സൗന്ദര്യ വീക്ഷണം എന്താണെന്നുള്ള അങ്ങനെയല്ലല്ലോ, അതിലൊരു സൗന്ദര്യം ഉണ്ടല്ലോ അവർക്ക്. അതുകൊണ്ട് തടിച്ചുകൊണ്ട് അവര് മോശമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞാനും തടിച്ച ഒരാളല്ലേ. അല്ല, തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ഒരുപാട് പേര് ചിത്രത്തിനെക്കുറിച്ച് ഇന്നും ആരോ സംസാരിച്ചു അല്ലേ? ചിത്രത്തിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, പിൽക്കാലത്ത് സുഹൃത്തായ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് രാമ എന്നാണ്. അദ്ദേഹം സിംഗപ്പൂരിൽ ജനിച്ച് വളർന്ന ആളാണ്. മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. കേരളത്തിലാണ് അയാളുടെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വീട്. അദ്ദേഹം കേരളത്തിലേക്ക് വരും. അപ്പോൾ അദ്ദേഹം എന്നോട് പിൽക്കാലത്ത് ഞാൻ പരിചയപ്പെടുകയും ഞാനും പ്രിയനും പരിചയപ്പെടും, എന്നിലൂടെ പ്രിയനും പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ചിത്രം എന്ന സിനിമ അദ്ദേഹം കണ്ടു. അന്ന് തിയേറ്ററിൽ കണ്ടു. അത് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ, അന്ന് കാസറ്റാണ്, അത് വാങ്ങിച്ചിട്ട് കണ്ടിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു, ഈ സിനിമ എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എപ്പോഴെങ്കിലും ഇതിൻ്റെ നായകനും ഇതിൻ്റെ സംവിധായകനുമായിട്ട് ഞാൻ ഏറ്റവും വലിയ ഫ്രണ്ടാകും. അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയിലൂടെയാണ് അത് അത്രയും നമ്മളെ സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് സംഭവിച്ചത്. അതുപോലെ ഒരുപാട് ചിത്രത്തെപ്പറ്റിയും അല്ലെങ്കിൽ തൂവാനത്തുമ്പി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സിനിമകളതാണ്. കിരീടമായാലും ചിത്രമായാലും തൂവാനത്തുമ്പികളായാലും മണിച്ചിത്രത്താഴ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത്. ഇത് ചിത്രത്തെപ്പറ്റി പലരും സംസാരിക്കുന്ന സമയത്ത് ഇവരെവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. അവരെ പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒരു കല്യാണം കഴിച്ചു, അവർ പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ ആയിരുന്നു, വീണ്ടും അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും ഹൃദയത്തിലൂടെ ചേർത്ത് വയ്ക്കുന്ന ഒരു ചിത്രമാണ്. കോമ്പിനേഷനിലൊക്കെ വന്നൊരാളുണ്ട്, അദ്ദേഹത്തെ വരട്ടുന്ന സമയമായി. അയ്യോ, ഈ ചിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, റെക്കോർഡിങ് വന്നതിന് ശേഷം പാട്ടുകാർ, ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു നമുക്കറിയാം. ഈ എപ്പോഴെങ്കിലും അവരുടെ കവിതകൾ, ചിത്രങ്ങൾ, പാട്ടുകളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനാണോ ഇത് ചെയ്തത് എന്ന് സ്വയം വിസ്മയപ്പെടുക. അതാണ് ഒരു സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്വന്തം സിനിമകൾ അല്ലെങ്കിൽ സ്വന്തം ചില കഥാസന്ദർഭങ്ങൾ, ചില കഥാപാത്രത്തിലെ ചില അവസ്ഥകൾ, ഇതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കാണുമ്പോൾ സ്വയം അത്ഭുതപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? വേണുചേട്ടൻ വളരെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഇതിലെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. 35 വർഷമായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. 35 വർഷമായിട്ട് ഒരു പ്രൊഫഷനിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് അല്ലേ? മാത്രമല്ല ഒരു തരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പഴയ സിനിമകൾ കാണുമ്പോൾ ഈ തൂവാനത്തുമ്പികളായാലും ഈ സമയത്ത് കാണുമ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ വാനപ്രസ്ഥം എന്നുള്ള സിനിമ കാണുമ്പോൾ നമ്മളിതെങ്ങനെയാണ് ഈ കഥകളി ചെയ്തതെന്ന് ആലോചിക്കും. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് നമ്മൾ ചോദിച്ചു, ഹെൽപ്പ് മീ എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാണ് സംഭവിച്ചത്, പക്ഷേ ഇത്രയും ഈ കാലം യാത്ര ചെയ്തു അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്നത് അത്ഭുതമായിട്ട്, ഒരു വിസ്മയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതൊരു സിനിമ മാത്രമല്ല, എൻ്റെ ജീവിതം മുഴുവൻ അത്തരത്തിലാണ്. ഞാൻ എപ്പോഴും ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഐ നെവർ ആസ്ക് ഫോർ തിങ്സ് ബട്ട് ഐ വിൽ ഗെറ്റ് ഇറ്റ്. അതായത് പേടിയാകുന്ന, അതായത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടാൻ തുടങ്ങുമ്പോൾ ഭയമാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ വിഷയമായിട്ട് നിങ്ങൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഭയമായിട്ട് മാറും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. അതൊരു അത്ഭുതമായിട്ട് കാണും. വേണുചേട്ടൻ ചോദിച്ചതിൻ്റെ വേറൊരു മറുചോദ്യമുണ്ട്. ഒരുപക്ഷെ വിസ്മയമായിട്ട് ലാലിന് തോന്നിയേക്കാം, അതേസമയം തന്നെ ഇതിങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
ഞാൻ ചെയ്തത് ശരിയെന്ന് വാദിക്കുകയല്ല, പക്ഷെ അങ്ങനെ ആയിരുന്നു അന്ന് ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഒരു പക്ഷേ ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്നീട് ആ സിനിമ കാണുമ്പോൾ ആ സിനിമ വേണേൽ പരാജയപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിലെ ചില കഥാപാത്രങ്ങൾ, ആ മുഹൂർത്തങ്ങൾ, ആ അഭിനയ തലങ്ങൾ, ഇനി ഞാൻ ഇത് കാണില്ല. അല്ലല്ല, ആ സിനിമ തുടങ്ങിയപ്പോഴേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. ഇത് ഒരിക്കലും ചെയ്യേണ്ടിയിരുന്ന സിനിമയല്ല, പക്ഷേ നമുക്ക് ഗതികേട് കൊണ്ട് നമ്മൾ എത്രയോ സിനിമകൾ ചെയ്തിരിക്കും. കാര്യം ആ സിനിമ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരുപാട് അല്ലേ നമുക്ക് താല്പര്യമില്ലാതെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമ്മൾ താല്പര്യക്കേട് കാണിക്കുന്നത് ശരിയല്ല അല്ലേ. ഒരുപാട് ആൾക്കാർ ലാലിനെ ഉപദേശിക്കാറുണ്ട്, ലാൽ സെലക്റ്റീവ് ആകണം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഉപദേശിക്കുന്നവരെന്നെ വീണ്ടും വന്ന് നമ്മളോട് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്ന് പറയാറുണ്ട്. നമുക്ക് അതിനുള്ളൊരു സമയമല്ല. നമ്മളെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ മലയാള സിനിമയിൽ അങ്ങനെ 5 വർഷം കൂടിയിരുന്ന ഒരു സിനിമ ചെയ്യുക ഞാൻ ചോദിച്ചല്ല ലാലേ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ധർമ്മമാണ്. ദാറ്റ് ഈസ് മൈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഞാൻ ചോദിച്ചതല്ല, ഇത് ചോദിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. വരട്ടെ. എന്തുകൊണ്ടാണ് ലാല് കഥാപാത്ര തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ചില നിഷ്ഠകൾ പാലിക്കാത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഏറ്റവും മികച്ച അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ എന്തുകൊണ്ടാണ് ലാല് ഫലപ്രദമായി ഉപയോഗിക്കാത്തത്? 2 മാർക്ക് തന്നിട്ട് എനിക്ക് നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് അല്ലേ. 100-ൽ 2 മാർക്ക്. ഒരുപാട് നല്ല സിനിമകൾ ഞാൻ സിബിയുമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എത്രയോ ഒരു പക്ഷേ അന്ന് മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇപ്പോൾ അന്ന് വരെ മ്യൂസിക് എന്ന് പറയുന്നതൊക്കെ ഡിറ്റീറിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുള്ള, അല്ലെങ്കിൽ ഭരതം, കമലദളം, എത്ര നല്ല സിനിമകൾ, സതയം അല്ലേ, ധനം, ഒരുപാട് സിനിമകൾ ചെയ്തിരിക്കുന്നത്. അതൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത്തരം കഥകൾ തിരഞ്ഞെടുത്ത് സംവിധായകർ എന്നെ സമീപിക്കാത്തത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സിബിയോടുള്ള ചോദ്യമാണ്. അല്ല, തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ബേസിക്കായിട്ട് പറയുന്നത്, അന്ന് ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു സംവിധായകൻ റൈറ്ററും കൂടെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ഫിലിംസ് ഉണ്ടാകുന്നത്. നമുക്കത് ഇപ്പോൾ ഒരുപക്ഷെ പിന്നെ പത്മരാജൻ ആയാലും ഭരതനായാലും അവരൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ക്രാഫ്റ്റുള്ള. ലാലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. വേണ്ട, ലാൽ ഇവിടെ മറുപടി പറയണ്ട. എനിക്ക് ലാലിനോടുള്ള വലിയ ഇഷ്ടവും. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം തിരഞ്ഞെടുത്ത് അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് 3 വർഷത്തിൽ അല്ലെങ്കിൽ 5 വർഷത്തിൽ ഒരു സിനിമ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ലോ. ഇനി വളരെ കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് നല്ല സിനിമകൾ. കുറച്ച് കാലം അങ്ങനെയല്ല, അറിയില്ലല്ലോ. വല്ല സന്യാസത്തിന് പോകുന്നുണ്ടോ? അറിയില്ല. ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇല്ല, അതെങ്ങനെ തീരുമാനിക്കും? ലാൽ ആൾക്കാരെ അമ്പരിപ്പിക്കുക അല്ല, സത്യമല്ലേ. നാളെ രാവിലെ എനിക്ക് വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. അഥവാ വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ലാൽ എന്തായിരിക്കും ചെയ്യുക? അതറിയില്ല, തോന്നിപ്പിക്കട്ടെ. ഒരു ബുദ്ധിമോശം ഒന്നും തോന്നിപ്പിക്കാതിരിക്കട്ടെ. അതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം തോന്നിച്ചാൽ. പക്ഷേ ലാലിന് എന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടോ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ? ഒരു അസംതൃപ്തി ഇല്ല. ഞാൻ ഏറ്റവും മനോഹരമായിട്ട് എല്ലാ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എത്രയോ സന്തോഷകരമായിട്ട് ഞാൻ. അല്ലല്ല, ഉദാഹരണം വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനും കരിയറും ഉള്ള ആൾക്കാർ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അത് അവസാനിപ്പിച്ച് വേറൊരു വഴിത്തിരിവിലേക്ക് പോകാറുണ്ട് പല മഹാന്മാരും. അങ്ങനെ എന്തെങ്കിലും ചിന്ത ലാലിൻ്റെ മനസ്സിൽ? ഞാൻ പറഞ്ഞില്ലേ, വളരെ സീരിയസ് ആയ ചോദ്യം. അത് വളരെ അത്രയും സീരിയസ്നെസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് നാളെ എനിക്ക് തോന്നുകയാണ് ഇതല്ല എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യത്തിൽ അഭിനയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ലാൽ എന്ത് ചെയ്യുമായിരുന്നു ചോദ്യം പലപ്പോഴും ആൾക്കാർ പ്രസക്തിയില്ല. എന്താണെന്ന് ഒരിക്കലും ഞാൻ ഇതിനു വേണ്ടി വിട്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലേ. വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അതുപോലെയാണ്. ഇപ്പോൾ ഒരു സിനിമയിലെ ഒരാൾ വന്ന് കഥ പറയുമ്പോൾ ഇത് 365 ദിവസം ഓടുന്ന സിനിമയായിട്ടാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ചിലപ്പോൾ ഇത് ഓടില്ല എന്നാണ്. പിന്നെ എത്രയോ നല്ല സിനിമകളുടെ കഥ അവർ പറയുമ്പോൾ നല്ലതാണ്, പക്ഷെ എടുത്തു വരുമ്പോൾ മോശമായി. ലാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ലാലിനറിയാം അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ലാൽ പറഞ്ഞല്ലോ തുടങ്ങുമ്പോൾ തന്നെ അറിയാം. അത് ചില സിനിമകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ജാതകം അങ്ങനെയാണ്. ആ സിനിമ അങ്ങനെ അല്ലായിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 35 വർഷമായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളെ അറിഞ്ഞോ അറിയാതെ എൻ്റെ മനസ്സിലേക്കൊരു സ്വാധീനം ഉണ്ടാക്കും. ഞാൻ ഡയറക്ടർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം
അതിൻ്റെ ഒരു കഥ കാര്യങ്ങളൊക്കെ ഞാൻ എത്രയോ സിനിമകൾ ഈ സിനിമ ചെയ്യരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ നമ്മളോടൊരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ 100% അത് ചെയ്യും. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്ന് ഇത് നാളെ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. നാളെ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് സിനിമകൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിനിമ മോശം സിനിമ ചെയ്യുമ്പോൾ ആ നടൻ മനസ്സിലാക്കേണ്ടത് നല്ലൊരു സിനിമ എവിടെയോ മിസ്സായി. അങ്ങനെ പറയാൻ പറ്റില്ല. ആയിരിക്കാം ആ സമയം, അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ വിചാരമായിരിക്കാം. പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നല്ലത് മിസ്സാകേണ്ട കാര്യമില്ലല്ലോ. നല്ലത് സംഭവിക്കുമ്പോൾ നല്ലത് സംഭവിക്കും. സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് അതൊരു വിഷ്യസ് സർക്കിളാണ്, അതൊരു ദൂഷിത വലയാണ്. അങ്ങനെ ദൂഷിത വില എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങിലല്ല ഞാൻ പറഞ്ഞത്. അതിനൊരു ഭയങ്കര ഒരു രഹസ്യ സ്വഭാവമുണ്ട്, ഒരു മാജിക് ഉണ്ട്, ദുരൂഹതയുണ്ട്, ഒരു എന്താണ് ഒരു പ്രഹേളിക. അങ്ങനെ നമുക്ക് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും പ്ലാൻഡായിട്ട് സ്കീംഡായിട്ട് ഭയങ്കര സ്ക്രിപ്റ്റിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടേഴ്സ് അഭിനയിച്ച സിനിമ ഭയങ്കര മോശമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയോടെ ചെയ്ത പല സിനിമകൾ മോശമായിട്ടുണ്ട്. പിൽക്കാലത്ത് അത് ടെലിവിഷനിൽ വരുമ്പോൾ ഈ സിനിമ എന്തുകൊണ്ടാണ് ഓടായിരുന്നെന്ന് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിരുന്ന സിനിമയായിരുന്നു. ഈ ചിത്രമൊക്കെ നിറഞ്ഞോടിയ സമയത്ത് ചിത്രത്തിൻ്റെ ശില്പികൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ സിനിമ അതുപോലെ വിജയിക്കുമെന്ന്. തീർച്ചയായും. ഇപ്പോൾ എന്തൊരു ചിത്രം ദൃശ്യം എന്നുള്ള സിനിമയെ പറ്റി നമുക്ക് പറയാം. ഇത്രയും ഭയങ്കര ഹിറ്റാണ്, ഇത്രയും സ്വാധീനം ആൾക്കാരിലേക്ക് ഇത് കൊണ്ടുവരുന്നെന്ന് നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ സിനിമ ചെയ്യുന്ന ആ ഒരു സിൻസിയാരിറ്റിയിലും കാര്യത്തിൽ തന്നെയാണ് സിനിമ. പക്ഷേ അതിൻ്റെ ഒരു ചേരുവകൾ അല്ലേ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ ചേരുന്ന ഒരു മാജിക് അതിലുണ്ടായി. ഈ മാജിക് എന്താണെന്ന് അറിയാമെങ്കിൽ എല്ലാവരും ഇങ്ങനത്തെ സിനിമ. ഏത് സിനിമയോടും ലാലിന് ഡെഡിക്കേഷൻ ഉണ്ട്. അങ്ങനെയല്ലേ വേണ്ടത്. എനിക്ക് വേറെ എന്താണ് ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ ചോദിക്കുന്നത്. അതെ, ഉണ്ട്. ലാലിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണത്തെ അടിവരയിടാൻ വേണ്ടിയിട്ട് വേറൊരാളെ രംഗത്ത് വരുന്നത്. ആയിക്കോട്ടെ, വരട്ടെ. ഇനി ഒരുപാട് പേരുണ്ടോ അല്ലേ? ലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ലാലിൻ്റെ കൃത്യനിഷ്ഠയാണ്. ഞാനിപ്പോൾ അഭിനയിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ സംവിധാനം ചെയ്തപ്പോഴാണെങ്കിലും ലാല് അഭിനയിക്കുന്ന ദിവസം 7 മണിക്ക് ലാലിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് 6:50 എത്താൻ വേണ്ടി ഞാൻ സിദ്ദീഖൊക്കെ ഓടിയിട്ടുണ്ട് വിയറ്റ്നാം കോറിൻ്റെ സെറ്റിൽ. കാരണം വേറെ ആര് വന്നില്ലെങ്കിലും ലാൽ ആ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എത്തിയിരിക്കും. ലാലിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല ലാൽ ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എപ്പോഴെങ്കിലും ജീവിതത്തിൽ കുറച്ചുകൂടി നേരത്തെ ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ സമയത്ത് ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറവി കൊണ്ട് പറ്റിപ്പോയൊരു തെറ്റുകൊണ്ടിട്ട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഏതെങ്കിലും സംഭവം, അത് സിനിമയിലെന്നല്ല ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിലുണ്ടായിട്ടുണ്ടോ? അല്ല, ആദ്യം നമ്മുടെ പ്രൊഫഷനായിട്ട് കണക്ട് ചെയ്ത് പറയാം അല്ലേ. അദ്ദേഹം ചോദിച്ച സിനിമയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ശിവാജി ഗണേശൻ സാറുമായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹം രാവിലെ സെറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വെളിയിൽ പോയിരിക്കും, പക്ഷേ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും. കാര്യം അത് ആ പ്രൊഫഷനോടുള്ള റെസ്പെക്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സമയക്ലിപ്തത പാലിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അല്ലേ. എന്നോട് അത് തിരിച്ച് കാണിക്കണമെന്നാണ്. ഞാൻ നിങ്ങളോട് 6:30 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 7:30 വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക? ഒരുപാട് പേര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ എനിക്കത് ഒരു കാര്യത്തിൽ അത് താല്പര്യമില്ല. അത് എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിലും അത് വളരെ കാര്യമാണ്. അപ്പം ഒരുപക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ജോലിക്കാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആകും. കാര്യം എനിക്ക് അവിടെ ഒരു കുറച്ച് സാധനങ്ങൾ മോശമായിരിക്കുന്ന ഒരു ചിത്രം അങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നതൊക്കെ എനിക്ക്, കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഞാനൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കാം. അതിനെ പരിപാലിക്കേണ്ടത് എന്നെപ്പോലെ തന്നെ അവരുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓർമ്മ അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഭാര്യയെടുത്ത് പറഞ്ഞ പോലെ അറിയാതെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് മനഃപൂർവ്വം എൻ്റെ സമയത്തിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ താമസിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക്. ലാലിൻ്റെ ഒരുപാട് ആരാധകർ പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അവരോട് ഞാൻ നീതി പുലർത്തിയില്ലെങ്കിൽ എനിക്ക് നേരെ അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലാൽ എന്നോട് കുറച്ചു നേരം കൂടി ക്ഷമിക്കുമോ? എനിക്കത് മാത്രമേ അറിയാവുള്ളൂ. വരട്ടെ. ലാലേട്ട, നമ്മൾ ഈ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ശീലമുണ്ട്. അതായത് പുതിയതിനോടുള്ള ഭ്രമം. പഴയതാണെങ്കിൽ അത് പഴയ കാറായി 2 വർഷം ഓടിച്ചാൽ അതിന് വേണ്ട കളഞ്ഞേക്കാം, പുതിയ കാർ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, പഴയ റേഡിയോ. ഞാൻ എടുത്തു വെച്ച് ഒരു ദിവസം എന്തിനിത് പഴയ റേഡിയോ, ഇതും കൊടുത്തിട്ട് പുതിയ റേഡിയോ വാങ്ങാം എന്ന് അതിനെയൊക്കെ എടുത്ത് കളയുന്ന ഒരു പ്രവണത നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി, ചേട്ടൻ ഈ പഴയതിനോട് ഭയങ്കരമായിട്ടുള്ള ഭ്രമമാണ്. ഈ പഴയതിനോടുള്ള ഭ്രമം ചേട്ടന് ശരിക്കും എവിടെ നിന്ന് കിട്ടി? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ശേഖരിച്ച് വയ്ക്കാൻ കാരണം?
അത് ഈ പരിപാടിയിലൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ വളരെ ചെറുപ്പം കാലം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു കൗതുകമുണ്ട് അല്ലേ. അത് അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കളക്ടർ എന്നുള്ള കാര്യം ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ഐ എം എ കസ്റ്റോഡിയൻ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എനിക്ക് മനോഹരമായ ഒരു പെയിൻറ്റിങ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തരികയാണ്. അതായത് ഒരു സരോജിനി ബർമൻ എന്ന് പറഞ്ഞ വളരെ അറിയപ്പെടുന്ന റിനൗണ്ട് ഒരു പെയിൻറ്ററുടെ പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അവരുടെ ഒരു പെയിൻറ്റിങ് ഞാൻ കുറേ നാൾ കണ്ടപ്പോൾ ഇതുപോലൊരു പെയിൻറ്റിങ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അദ്ദേഹം എനിക്കിന്നൊരു പെയിൻറ്റിങ് അയച്ചു തന്നു. അത് ശരി. അപ്പോൾ നമുക്കറിയാത്ത നമുക്ക് ഒരുപാട് പഴയ കാലങ്ങളോടും പഴയതിനോടുള്ള ഒരു എന്താണ് ഒരു അഫിനിറ്റി ഉണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പണ്ട് കാലം മുതലേ പല കാര്യങ്ങളും ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് ഞാനൊരു കളക്ടർ എന്നുള്ള വാക്ക് ഞാൻ അതിനെ ഉപയോഗിച്ചത് ഞാനൊരു കസ്റ്റോഡിയനായിട്ട് മാറുകയാണ്. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. ഇത് ഈ ആൻറ്റിക്സ് എന്ന് പറയുന്നത് അത് ട്രാവൽ ചെയ്യുന്നൊരു സാധനമാണ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി കുറേ നാളിരിക്കും. അത് കഴിഞ്ഞ് അത് വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ആ യാത്രയിൽ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാൻ നിയോഗിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നു. അതൊക്കെ ചില്ലറ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ചാനലുകളിൽ തിളങ്ങി വന്നിരുന്ന വാചകം ലാലിൻ്റെ ആനക്കൊമ്പിനെ കുറിച്ചായിരുന്നു. അത് ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പറയാം. അതിനെനിക്ക് ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സബ്മിറ്റ് ചെയ്തു. അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അതൊരു വലിയ വിവാദമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇത് ഇപ്പോൾ ഇങ്ങനൊരു ചാനലിലെ ഒരാളെന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ചോദിക്കും. അതൊരു വലിയ വിവാദമാണെങ്കിൽ അത് അവർ പറയുന്നത് ഒരു സർട്ടൻ ടൈമിൽ ഇപ്പോൾ ഒരു 92 മുതൽ അല്ലെങ്കിൽ അതിലൊരു 6 മാസത്തേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ല. ആ സമയത്ത് ടെലിവിഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടെലിഫോണോ അല്ലെങ്കിൽ ഇത്രയും ന്യൂസ് പേപ്പറുകളോ ഒന്നുമില്ല. അത് നോട്ടിഫിക്കേഷൻ അങ്ങനെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് അമ്പലങ്ങളിൽ, ഒരുപാട് പള്ളികളിൽ, ഒരുപാട് സ്വകാര്യ ശേഖരങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? ഇതിന് ട്രോഫി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കലമാൻ കൊമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു അല്ലേ. എൻ്റെ നാട്ടിൽ എൻ്റെ പുന്നക്കൽ എന്ന വീട്ടിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൊമ്പുകളുണ്ട്, അതിലുണ്ടാക്കിയ ശില്പങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ആൾക്കാർ ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നു ഒരു സമയത്ത്. ഇതാരാണ് അറിഞ്ഞിരിക്കുന്നത്? എത്രയോ പേര് പുറത്തായിരുന്നു, എത്രയോ പേര് അറിഞ്ഞിട്ടില്ല, എത്രയോ അമ്പലങ്ങൾ കാര്യങ്ങളുടെ ഇത് തമിഴ്നാട്ടിലൊക്കെ സംഭവിച്ചാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ആ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം കൂടെ ഡിക്ലെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇപ്പോൾ കള്ളപ്പണം ഒരുപാട് ഉള്ള സമയത്ത് ഒരു മിനിറ്റ്, കള്ളപ്പണം ഒരുപാട് സമയത്ത് ഗവൺമെൻറ് ഇത് ഡിക്ലെയർ ചെയ്യാൻ ഇതിനെ ഉടനെ നശിപ്പിച്ച് കളയല്ല വേണ്ട. ഇതൊരു വലിയ ആർട്ടാണ് അല്ലേ. ഇത് ഒരു ആനയെ പോയിട്ട് വെടിവെച്ച് കൊന്ന് എടുത്തതൊന്നുമല്ല. ഇതിന് എൻ്റെ കയ്യിലുള്ളതിന് ഞാൻ ലൈസൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോടതിയിൽ ആ കേസ് അവർ കോഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇത് വേറെ ആൾക്കാരാണ് അതിൽ കേസ് കൊടുത്തിരിക്കുന്നത് അല്ല. ഇതുമായിട്ട് യാതൊരു ധാരണയില്ല. പിന്നെ ഞാൻ ചാനലുകളിലെ പറ്റി പറയുന്നതിൽ ദേഷ്യം തോന്നിയാലും ഇത്തരം വിവാദങ്ങൾ ഇത് ഒരുപാട് ഇപ്പോൾ എന്തെങ്കിലും കേരളത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തായാലും സാധാരണക്കാരനെ സംബന്ധിച്ചാലും എന്തായാലും ഇതിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ്. സത്യമാണ്. അവർക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചോ ഇതിൻ്റെ ലോയെക്കുറിച്ചോ ഇതെവിടുന്നാണോ കാര്യങ്ങളൊന്നുമില്ലാതെ കുറേ കാര്യങ്ങൾ, ഈ അനക്കൊമ്പിൻ്റെ കാര്യം എല്ലാം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിലെന്തെങ്കിലും ഒരു കറക്ഷൻ സംഭവിച്ചാൽ അത്തരം കാര്യങ്ങളെ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു സംഭവം നടന്നു, അയാൾ ചെയ്തത് ശരിയാണെന്ന് രണ്ടാമത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനലുകളിലും ഇത് ശരിയാണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു ധർമ്മം വേണം. ഇന്നത്തെ വാർത്താ സംസ്കാരത്തെക്കുറിച്ചുള്ള ലാലിൻ്റെ ഒരു പരാതിയാണത്. അതെ അല്ലേ? പൂർണ്ണമായും എന്നെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ കാര്യം പോട്ടെ, എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ്. അത് ഏറ്റവും ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ, ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ അതിൽ സംസാരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻകം ടാക്സ് കമ്മീഷണറെക്കാട്ടിലും അതിനെക്കുറിച്ച് അറിവുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അയാൾ ചിലപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളല്ല അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ് റെയ്ഡ്, എന്തുകൊണ്ടത് സംഭവിച്ചു, അതിനെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഭയങ്കരമായ കാര്യങ്ങൾ, സ്വകാര്യ ശേഖരങ്ങൾ മുറി പൂട്ടിയിട്ടു, എന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ലോ നമ്മൾ എത്രയോ വർഷമായിട്ട് മലയാള മണ്ണിൽ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരിലൊക്കെ ഇറങ്ങിച്ചെന്ന ഒരാളാണ്. അപ്പോൾ
പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള, അതായത് ഞാൻ ആ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 27 വർഷം മുമ്പുള്ള ഒരു മാഗസിൻ എടുത്ത് നോക്കിയാൽ ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നൊരു സാധനം, അതിനെനിക്കൊരു ലൈസൻസ് ഉണ്ട്. ഞാനിത് നാട്ടുകാരെ അറിയിക്കുന്നതിനാണ്. അല്ലെങ്കിൽ ഒരാൾ ചാനലിൽ നിന്ന് തന്നെ വിളിച്ചു, മോഹൻലാലിന് ലൈസൻസ് ഉണ്ടോ? ഞാൻ അയാളുടെ അടുത്ത് എന്തിനാണ് മറുപടി പറയുന്നത്? അതിന് നിയോഗിക്കപ്പെട്ടല്ല അല്ലേ, അത് ചോദിക്കാൻ പിന്നെ അർഹതയുള്ള ഒരാൾ എന്നോട്. എനിക്കറിയാം ലാലിന് ആ ദിവസങ്ങളിൽ വല്ലാതൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതുപോലെ ഇൻകം ടാക്സ് റെയ്ഡ് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നു. നികുതി കൊടുക്കുന്ന ഒരാളെ ഇതുപോലെ ഇങ്ങനെ വലിച്ചിഴയ്ക്കാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ലാലിലുണ്ടായിരുന്നു. സാർ, അത് അസ്വസ്ഥത എന്നുള്ള വാക്കിനേക്കാളിലും നമുക്ക് എന്താ പറയേണ്ടത്, നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു വിമ്മിഷ്ടമല്ല, നമുക്ക് ഒരു ഷെയിം എന്ന് പറയാം അല്ലേ, ഒരു ലജ്ജ തോന്നും അല്ലേ. അതാണ് എന്തുകൊണ്ടാണ് അവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ അതിലേക്കൊരു കമൻറ്റ് പറയാമെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിനെ, ഇതിപ്പോൾ ഈ ഒരു വിഷയമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാനൊരു പക്ഷേ എത്രയോ പ്രാവശ്യം ഒരു കാര്യം നമ്മൾ ഞെക്കുമ്പം കുറേ പേരിരുന്ന് കുറേ കാര്യങ്ങൾ പറയുക, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക. ഇതൊരു അടുത്തതിൽ വയ്ക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വേറെ കുറേ ആൾക്കാർ, അത് ഇങ്ങനെ അല്ലല്ലോ. നമുക്ക് കേരളം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ് അല്ലേ. കേരളത്തിനെക്കുറിച്ച് ഒരുപാട് പിന്നെ വലിയ വലിയ ധാരണകളുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും കേരളത്തിൽ വന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ വരാൻ തോന്നുന്നില്ല ഇപ്പോൾ. വിവാദങ്ങൾ കാരണം എനിക്ക് ലജ്ജ തോന്നുന്നു അല്ലേ. അവർ പറയും ഞാൻ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരു കാര്യമില്ലാതെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൽ നമുക്ക് ഭയങ്കര ആശങ്കയിൽ ഞാൻ പങ്കുകൊണ്ടുകൊണ്ട് ഞാൻ വേറൊന്നിലേക്ക് പോകുന്നു. കണ്ടോ, ലാൽ എന്നുള്ള വ്യക്തിയിലേക്ക് ഞാൻ പങ്കുകൊണ്ടുകൊണ്ടോ. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാനൊരു വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് എന്ന്. ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉള്ള ആളാണ്. അറ്റാച്ച്ഡ് ആയിരിക്കെ തന്നെ ഒരു സമദൂര സിദ്ധാന്തം പോലെ ആളുകളിൽ നിന്നും ഒരു ഇക്യു ഡിസ്റ്റൻസ് പാലിക്കുന്ന, എല്ലാ ബന്ധങ്ങൾക്കും അതുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ബന്ധങ്ങളിലേക്കും എത്തിക്കാനും മനുഷ്യന് പാടാണ്. കാരണം ഞാൻ ലാലേട്ടനെ ഏറ്റവും വിഷമിച്ച് കണ്ടിട്ടുള്ളത്, ലാലേട്ടനെ എപ്പോഴും ആ ഒരു പ്രസാദമുള്ള ചിരി മാഞ്ഞ് കണ്ടിട്ടുള്ളത് അമ്മയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അന്ന് ഒരു വളരെ തളർന്ന ലാലേട്ടനെ ഞാൻ കണ്ടതാണ്. എൻ്റെ ചോദ്യം, ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ്, ഞാൻ ഇത്രയും ഡിറ്റാച്ച്ഡ് ആണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുന്നത്, വളരെ അറ്റാച്ച്ഡ് ആയി പോയാൽ അവർക്കുണ്ടാവുന്ന വേദനകൾ സ്വയം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും ആയിരിക്കാം. കാര്യം നമ്മൾ പിന്നെ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അല്ലേ ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിൽ അനൂപ് പറഞ്ഞത് ലാൽ അങ്ങനെ പറയാറുണ്ട് ഡിറ്റാച്ച്ഡ് ആണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ലാൽ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആണോ? എന്തുകൊണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞാണ്. ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം അല്ലെങ്കിൽ മകളുടെ കാര്യം, മകളെ സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എപ്പോഴും അവരെപ്പറ്റി തന്നെ ആലോചിച്ചിട്ട് അവരിൽ നിന്നൊരു മോശമായ പ്രതികരണം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും അല്ലേ. ഇതിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു സങ്കല്പം കാണില്ലേ ഒരു പിതാവ് നിലയിൽ മകനെക്കുറിച്ചും മകളെക്കുറിച്ചൊക്കെ? സാർ, അതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടാകട്ടെ, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, ഇന്നത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് അന്ന് എനിക്ക് അത് അറിയില്ലായിരുന്നു. ഞാൻ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ നിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ, എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ അല്ലേ. ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് അത് തന്നെയാണ് പറയുന്നത്. നീ ഫിനിഷ് യുവർ ഡിഗ്രി, അത് കഴിഞ്ഞ് നിനക്ക് എന്താണ് ഇഷ്ടം നീ അത് ചെയ്യൂ, നിൻ്റെ മാർഗ്ഗം നീ തിരഞ്ഞെടുക്കും. മകൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ, അച്ഛാ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത്? തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തിന് മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ ഈ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഏറ്റവും നല്ല കാര്യമാണ്, അതാണ് അയാൾക്കിഷ്ടം, എങ്കിൽ അയാളത് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പറയണം, അല്ലല്ല നിനക്ക് ആക്ടറാവണം, അങ്ങനെ ചുമ്മാ ഞാൻ വിചാരിച്ചാലും അയാൾ വിചാരിച്ചാലും ഒരു ആക്ടറൊന്നും ആവാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടറാകാം, അത് പഠിച്ച് പാസ്സായി ഡോക്ടറായപ്പോഴല്ലോ അതിൽ ഏറ്റവും നല്ല ഡോക്ടറാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാലൊന്നും മകനെക്കുറിച്ച് ഞാൻ എന്തിനാണ് വേവലാതി, ഞാൻ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? അല്ല എന്നാലും എൻ്റെ മകൻ, അല്ല ഞാൻ ചോദിക്കല്ല ലാൽ, അതായത് എൻ്റെ മകൻ ഒരു ആക്ടർ ആകട്ടെ,
ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അത് എൻ്റെ ഇഷ്ടമല്ലല്ലോ, അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ചിലപ്പോൾ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കും. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് അല്ലേ. ബ്രിട്ടാസിന് സ്വന്തമായിട്ട് ഒന്നാമത് ആ ഒരു ഏജിൽ അവർക്ക് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയല്ല, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവരുടെ സ്നേഹമില്ല എന്നല്ല, പക്ഷേ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ്. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ മകനായാലും മകളായാലും ഭാര്യ ആയാലും എൻ്റെ സുഹൃത്തായാലും. മകൻ മകള് പ്രണവ് ഇപ്പോൾ കുറച്ചുകൂടെ തടിച്ചിരിക്കണം. ഇതൊക്കെ വളരെ പഴയതാണ്, വളരെ പഴയ കുറച്ചുകൂടെ മെലിഞ്ഞിരിക്കുന്നത്. മെലിഞ്ഞിരിക്കുന്നു. അതെ.